അല്ല 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 ഇതൊരു ഫാമിലി പറഞ്ഞില്ലേ, സ്ത്രീയെ ബേസ് ചെയ്ത് പോകുന്ന സാധനമാണ്. പിന്നെ അതാണ് കുഞ്ഞാടാവുന്നതും കുടുംബസ്ത്രീ ആവുന്നതും അതാണ്. ഗുരുവായൂരിടയ്ക്ക് ബേസ് ചേട്ടാ പറഞ്ഞിട്ടുണ്ടായിരുന്നു ധ്യാനെ ഞാൻ തൂക്കിയിരുന്നു. മറിക്കടിക്കാനായിട്ട് എന്തെങ്കിലും പണം വരുന്നുണ്ടോ? മറിക്കടിക്കുന്നില്ല. ഞാൻ വിചാരിച്ചു അവനെ കൂടെ ചേർത്തിട്ട് രണ്ടുപേരുടെയും കൂടെ കോമ്പിനേഷനിലൊരു സിനിമ ചെയ്യാം. നിങ്ങൾ തീരുമാനത്തില്ല, ഞാൻ വിളിച്ചറിയുന്നൊന്നും അറിഞ്ഞില്ല. അതിനിടയിൽ സിനിമ ഹിറ്റായത് അവൻ വിചാരിച്ച് ഞാൻ അതിനുവേണ്ടി വിളിച്ചാന്ന് വിചാരിച്ചു. ഞാൻ അപ്പോഴാണ് അറിഞ്ഞത് സിനിമ ഹിറ്റാണെന്നുള്ള കാര്യം. അപ്പൊ ഒരുപാട് സന്തോഷം. ദീപു കുഞ്ഞിരാമണത്തിന്റെ റൈറ്ററാണ്. ദീപുടെ കയ്യിൽ കുറെ വർഷങ്ങളായിട്ട് ദീപു കയ്യിൽ വെച്ചിരുന്ന ദീപുവിന്റെ ഒരു തുറുപ്പ് ചീട്ട് പോലെ വെച്ചിരുന്ന സിനിമയാണ് ഒരു വിപിന്റെ സിനിമ. വിപിന്റെ ആദ്യ സിനിമ ഒത്തുകോ ചെയ്യുമ്പോഴാണ് ഞാൻ അപ്പുറത്ത് കപ്പുകാരി ചെയ്യുന്നത്. ആക്ച്വലി എന്നെ ഗുരുവായൂരപ്പ നടയിൽ ഒരു കഥാപാത്രമാണ് എനിക്കൊന്ന് യോഗി ബാബു ചെയ്ത പരിപാടിക്ക് വേണ്ടിയിട്ടാണ് തോന്നുന്നു. ഏതൊരു പരിപാടിക്ക് വേണ്ടിയിട്ട് എന്നെ വിളിച്ചിരുന്നു. അപ്പൊ എനിക്കത് ചെയ്യാൻ പറ്റില്ല, അന്ന് അഭിനയിക്കാൻ പറ്റില്ല. ബേസിലെ സുഹൃത്തായിട്ട് അവസാനം വരുന്നത് അല്ലേ. അപ്പോ അന്ന് വീണ്ടും വിളിച്ച സമയത്ത് അത് ചെയ്യാൻ പറ്റില്ല. എന്തായാലും സിനിമ അങ്ങനെയല്ല. അന്ന് ഇതിന്റെ സിനിമ ആയതുകൊണ്ട് പിന്നെ ഇവരൊക്കെ എല്ലാവരും ഉള്ളതുകൊണ്ട് എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അന്ന് വേറെ ഒരു പടത്തിന് ക്ലാഷ് വന്നുകൊണ്ട് അന്നത് ചെയ്യാൻ പറ്റില്ല. പിന്നെ ബേസിലെ വിളിച്ചത് കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പൊ ആ വിചാരിച്ചു ഞാൻ പിന്നെ സക്സസ് കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചത് തെറ്റിദ്ധരിച്ചു. അങ്ങനെ എന്തായാലും അപ്പോഴാണ് അറിയുന്നത്. ഇതിനോടൊപ്പം തന്നെ ഞാൻ അറിഞ്ഞത് സിനിമ ഹിറ്റാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ കൺഗ്രാജുലേഷൻസ് അറിയിച്ചു. അപ്പൊ ഇനി അവനെ മത്സരം വേണ്ടല്ലോ. ഇപ്പൊ ഇവൻ തിരിച്ചു വരുമ്പോഴേക്ക് ഞാൻ അവനെ തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫ്രാഞ്ചൈസി പോലെ നടപടിക്കാറ്റ് പട്ടണ പ്രൊഫഷൻ എന്നൊക്കെ പറഞ്ഞ പോലെ 1, 2, 3 പാർട്ടൊക്കെ ആയിട്ട് ഇനി ഒരുമിച്ച് നിൽക്കാന്നുള്ള തീരുമാനം. സത്യ രണ്ടും ഓക്കെ, രണ്ടും ഓക്കെ. ഞാനിപ്പോ പതുക്കെ ഞാൻ അടുത്ത വർഷം ഒരു 10 ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് സംവിധാനം എന്നുള്ള രീതിയിൽ പോകാനാണ് ആഗ്രഹം. അപ്പോൾ പിന്നെ 2-3 കുറച്ച് സിനിമ പ്രൊഡക്ഷൻ ചെയ്യാൻ ഏറ്റിട്ടുണ്ട്. ആ സിനിമകളും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് ഡയറക്ഷനിലോട്ട് കിടക്കണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. പിന്നെ നമ്മുടെ കൂടെയുള്ള നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്ത് വലയത്തിനകത്തുള്ള ആൾക്കാരുടെ സിനിമകൾ ചെയ്തു പോവുക. ഈ എണ്ണത്തിലൊന്ന് കുറയ്ക്കണം എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. കാരണം കുറെ വർഷമായി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇന്റർവ്യൂ സൈഡിൽ നടക്കും, അതിൻ്റെ കൂടെ തന്നെ സിനിമകളും സൈഡിലും അതും കൂടെ തന്നെ വരയ്ക്കും. ഡയറക്ഷനിലോട്ട് കിടക്കുന്നു പറഞ്ഞു. ഏത് തരത്തിലുള്ള മൂവി ആയിരിക്കും ആദ്യം പ്രിഫർ ചെയ്യുന്നത്? മാസാണോ? അല്ല, അടുത്ത ഒരു എന്താ പറയണ്ട, ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ, ഒരു എന്താ പറയണ്ട ലവ് ആക്ഷൻ ഡ്രാമ പോലെ അല്ലെങ്കിൽ പോലും റോംകോം അല്ല, പക്ഷെ ഒരു എന്റർടൈനർ പരിപാടി തന്നെയായിരിക്കും അടുത്ത്. മാസ് പരിപാടി അല്ലാത്ത പരിപാടി. ഇല്ല, എന്റെ വിഷൻ പോലെ അല്ല മറ്റുള്ളവർ സ്വീകരിച്ച രീതി ഡിഫറെന്റ്, പക്ഷെ എന്റെ വിഷൻ ഡിഫറെന്റ് ആയിരുന്നു. പിന്നീട് അത് നല്ല രീതിയിൽ സ്വീകരിച്ചു. ലവ് ആക്ഷൻ ഡ്രാമ തിയേറ്ററിൽ ആദ്യമേ പിന്നീട് അത് നല്ല രീതിയിൽ ധ്യാന്റെ സിനിമ എന്ന് പറയുമ്പോൾ പക്ക ചിരിക്കാൻ എന്റർടൈനിങ് ഒരു ലെവലാണെന്നുള്ളത് ഒരു സിഗ്നേച്ചർ അതിൽ നിന്ന് കിട്ടിയായിരുന്നു. അപ്പൊ ഡൗട്ട് ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും കിട്ടിയില്ല. നമ്മൾ അതൊന്നുമില്ല. നമുക്ക് സിനിമ ഓടുക, ഫെസ്റ്റിവലിലായിരുന്നു പറഞ്ഞത്, സിനിമ ഓടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സിനിമ ഓടുക, പ്രൊഡ്യൂസർ അന്ന് നമ്മളെങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തു, നമുക്ക് കാശ് കിട്ടുക, അത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് പർപ്പസ്. സിനിമ നന്നായാൽ അല്ലെങ്കിൽ ആ സമയം ഫെസ്റ്റിവൽ സമയം കൂടെ. ഇപ്പം നമ്മൾ കുറെ പടങ്ങൾ ഫ്ലാഷ് വന്ന സമയം, ഡിമാണി, ബ്രദേഴ്സ് ഡേ, ഫൈനൽസ്, അങ്ങനെ ഓണ സമയത്തും കൂടെ. അപ്പം അതില് എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത സിനിമയായി മാറി. എന്നാൽ പോലും ഭയങ്കരമായിട്ട് മിക്സഡ് വന്നിട്ടുണ്ട്. ഫെസ്റ്റിവൽ ആകുമ്പോൾ നമുക്ക് മിക്സഡ് റെസ്പോൺസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. പിന്നെ അന്ന് ഫെസ്റ്റിവലിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും എന്റർടൈൻമെന്റ് വാല്യൂ, അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് പോർഷൻ അധികമുള്ള സിനിമകളോട് ആൾക്കാർ കുറച്ചൊരു
ഒരു തള്ളിക്കയറ്റം ഉണ്ടാവും. ആ തള്ളിക്കയറ്റം നമുക്ക് ആ സമയത്ത് കിട്ടി. പിന്നീട് സിനിമ OTT ഇതിലൊക്കെ വന്ന സമയത്ത് വീണ്ടും മിക്സഡ് തിയേറ്ററിൽ ഭയങ്കരമായ ഓടിയ സിനിമകളൊക്കെ OTT വരുന്ന സമയത്ത് പലപ്പോഴും വീണുപോയ സിനിമകളുണ്ട്, ഒരുപാട് സിനിമകൾ. കാരണം തിയേറ്ററിൽ നമ്മൾ ഭയങ്കരമായിട്ട് രസിച്ച് ചിരിച്ച് വരുന്ന സിനിമകളൊക്കെ OTT വരുന്ന സമയത്ത് പോലും ചില സിനിമകൾ ഭയങ്കരമായിട്ട് ഡ്രോപ്പ് ആവും, ഭയങ്കര മിക്സഡ് വരുന്ന സിനിമകളുണ്ട്. അടുത്തിറങ്ങിയ പല സിനിമകൾ പോലും. അതേപോലെ തന്നെ തിയേറ്ററിൽ ഒരു ഏജ് ഗ്രൂപ്പിന് വർക്കായ സിനിമ പലപ്പോഴും നെക്സ്റ്റ് അല്ലെങ്കിൽ 30+35+ന് മുകളിലുള്ളവർക്ക് അല്ലെങ്കിൽ ഫാമിലി ഇഷ്ടപ്പെടാത്ത പല സിനിമകളുണ്ട്. അവകാശനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാം കൊണ്ട് മിക്സഡ് റെസ്പോൺസ് വന്നതാണ്. പക്ഷെ കളക്ഷൻ വന്നിട്ടും എല്ലാവരും സിനിമ കണ്ടു, പക്ഷെ എപ്പോഴും 60-40 അല്ലെങ്കിൽ ആ ലെവലിൽ മാത്രമാണ് നമുക്ക് അഭിപ്രായം ഉണ്ടായിരുന്നത്. കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടു, കുറെ പേര് ചിരിച്ചു, കുറെ പേര് കൊള്ളില്ലെന്ന് പറഞ്ഞു. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. ഇപ്പൊ നമ്മുടെ റിവ്യൂ സിസ്റ്റം പോലും ഇപ്പോഴുണ്ടാകും. ചിലർക്ക് അത് ഭയങ്കര പേഴ്സണൽ ആണല്ലോ. സിനിമ കാണുന്ന സമയത്ത് ആൾക്കാർക്ക് ചിലർക്ക് അത് ഇഷ്ടമാകും, ചിലർക്ക് അത് ഇഷ്ടമാവില്ല. ഇഷ്ടമുള്ള ആൾക്കാർക്ക് പലതും പറയും. നമ്മളിപ്പം നമ്മുടെ സിനിമകളല്ലോ പക്ഷെ ചെയ്ത സമയത്ത് പോലും നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് വരെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്, ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്, വർക്ക് ചെയ്ത ആൾക്കാർ തന്നെ ഒരുപാട് വ്യത്യാസമുണ്ട്. സിനിമയല്ല, സിനിമ ഓരോരാൾക്കാരുടെ കാഴ്ചപ്പാടുണ്ട്. അപ്പൊ അത് രീതിയിൽ അന്ന് മിക്സഡ് റെസ്പോൺസ് വന്ന ഒരു ബ്ലോക്ക് ബസ്റ്റർ. സിനിമകൾ എപ്പോഴും അങ്ങനെ ഒരു റിവ്യൂ എന്നുള്ള നോ പബ്ലിസിറ്റി യൂസ് ചെയ്യുന്ന ഒരാളാണ്. ഒരു പറഞ്ഞറിയുന്നതും ഒരു ഇപ്പൊ കഴിഞ്ഞ ടെർബോന് ഇറങ്ങിയ സമയത്ത് ഒരു റിവ്യൂ കണ്ടിട്ട് ഭയങ്കര ഇഷ്യൂ കമ്മ്യൂണിറ്റി കമ്പനി കോപ്പറേറ്റ് കൊടുക്കുന്നു. അല്ല അതുകൊണ്ടല്ലോ പോസ്റ്റർ യൂസ് ചെയ്തുകൊണ്ടാണല്ലോ. അപ്പം എന്തായാലും അങ്ങനെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഒരാളെ വിശ്വസിച്ച് അല്ലെങ്കിൽ ഒരു റൂമിൽ ഇരുന്ന് ചുമ്മാ ഒരു സിനിമ ജഡ്ജ് ചെയ്യുന്നതിനേക്കാൾ നല്ല ഒരു കണ്ടിഷ്ടപ്പെട്ട ഒരാളോട് പറയുന്നതും എവിടെയോ ഇരുന്ന് എന്താ പറയുക ഇത് നല്ലതാണ് മോശമാണ് അഭിനയം അങ്ങനെയാണ് ക്യാമറ ശരിയല്ല എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഒരു സിനിമാക്കാരുടെ കഷ്ടപ്പാടെന്നല്ല അവർ അറിയേണ്ട കാര്യമില്ല. പക്ഷെ ഒരാൾ വ്യക്തിഹത്യ ചെയ്യുന്നത് തെറ്റല്ലേ? അല്ല ഇത് ഞാൻ ഓൾറെഡി ഞാൻ മുമ്പായിട്ട് ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടല്ലോ സലീം വിഷ്ണുവിനോട്. അതിന് ഞാനിത് അന്നും അശ്വന്തിനോട് സംസാരിച്ച കാര്യമാണ്. ഞാൻ നമ്മള് പേഴ്സണലി ആൾക്കാരെ ഇപ്പോൾ മാത്രമേ ഇതിനകത്തോട്ട് സിനിമയെ കുറിച്ച് ആർക്കും അഭിപ്രായപ്പെടാം. അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്, അത് കംപ്ലീറ്റ്ലി. അല്ലാതെ പേഴ്സണലി അവരെ അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ പുള്ളി ചെയ്യുന്നത് എപ്പോഴും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ചില കേസുകളിൽ ചിലവരെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ പുള്ളി ചെയ്യുന്ന സമയത്ത് ആൾക്കാർക്ക് അത് വിഷമമാവും. അത് പുള്ളിക്ക് അറിയുന്നത് പുള്ളി അത് ചിലപ്പോ നമ്മള് നദികളുടെ സമയത്തൊക്കെ ഞങ്ങള് സംസാരിച്ചിട്ടുള്ളതാണ്. വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞപ്പോ എന്നെ ഫോണിൽ വിളിച്ച് അശ്വന്ത് പടം ഇഷ്ടപ്പെട്ട് എന്റെ പെർഫോമൻസ് ഒക്കെ ഇഷ്ടപ്പെട്ട് എന്നെ ഭയങ്കരമായിട്ട് എന്നോട് നമ്പർ എടുത്ത് വിളിക്കുകയും ചെയ്തു. ഞങ്ങൾ ഒരുപാട് ഫോണിൽ സംസാരിച്ചു. അപ്പൊ പുള്ളി ജെനുവൻ, എനിക്ക് തോന്നുന്നത് പുള്ളി ജെനുവൻ ഫിലിം ലവറാണ് എന്നൊക്കെ പറഞ്ഞത്. പിന്നെ പുള്ളിക്ക് അതിൽ നിന്നൊരു യൂട്യൂബിൽ നമ്മൾ നിൽക്കുന്ന എല്ലാ സ്ഥലത്തും എനിക്കൊരു റവന്യൂ ഉണ്ടാകുന്നുണ്ടല്ലോ. അപ്പൊ ആ റവന്യൂ ജനറേറ്റ് ചെയ്യുമ്പോൾ സിനിമയെ നന്നാക്കുക, സിനിമയെ ഉദ്ധരിക്കുന്നതല്ലല്ലോ ഇവരുടെ മോട്ടീവ്. പർപ്പസ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും പുള്ളിയുടെ കുറെ ഫോളോവേഴ്സ് ഉണ്ട്. ആ ഫോളോവേഴ്സിനെ ഫോളോ ചെയ്യുന്ന കുറെ ആൾക്കാർ നമ്മളാരും നിർബന്ധിച്ച് പോകണം. പുള്ളി ആരും എന്നെ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞല്ലേ. പുള്ളിയുടെ റിവ്യൂകൾ ഇഷ്ടപ്പെട്ട് പുള്ളിയുടെ ഒരു സംസാര ശൈലിയൊക്കെ ആൾക്കാർ ഇഷ്ടപ്പെട്ട് ഞാൻ ഫോളോ ചെയ്യുന്നതാണ്. നമ്മളിൽ പലരും പുള്ളിയുടെ ഫോളോ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? പുള്ളിയുടെ ഒരു സംസാരം അല്ലെങ്കിൽ ശൈലി നമുക്ക് എവിടെയൊക്കെ ഇഷ്ടമാണ്. പുള്ളി വളരെ ബ്ലണ്ടായിട്ട് ചില ആൾക്കാർ കാര്യങ്ങൾ പറയുമ്പോൾ ആൾക്കാർക്ക് അത് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അതേപോലെ സിനിമ ക്രിയേറ്റേഴ്സിന് പേഴ്സണലി അവരെ ഹറാസ് ചെയ്യുന്ന പോലെ എന്തെങ്കിലും തോന്നി, ഇൻസൾട്ട് ചെയ്യുന്ന പോലെ തോന്നിയെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാകും. കാരണം ആരും നേരത്തെ പറഞ്ഞ പോലെ ആരും മോശം സിനിമ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതല്ലല്ലോ. നന്നാവണം എന്ന് വെച്ചാൽ ജനുവലി ആഗ്രഹിച്ച് സിനിമ ചെയ്യുന്നു. പടം ചിലപ്പോൾ മോശമായി പോകുന്ന സമയത്ത് അവരെ പേഴ്സണൽ അറ്റാക്ക് അല്ലെങ്കിൽ ഇങ്ങനൊരു സാധനം പറയുന്ന ആൾക്കാർക്ക് ഭയങ്കര ഇത്. ഞാൻ ഇന്റർവ്യൂല് അശ്വന്തിനോട് കോവിനോടൊക്കെ ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച വിഷയമാണ്. ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം ഉണ്ട്, അതോടൊപ്പം തന്നെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം ഉണ്ട്. അപ്പൊ ചില സമയത്ത് ആ ലൈൻ ബ്രീച്ച് ആയി കഴിയുമ്പോൾ അത് ഭയങ്കര ഡിസ്ട്രക്റ്റീവ് ആവും. ഡിസ്ട്രക്റ്റീവ് ആയി കഴിഞ്ഞാൽ ആൾക്കാർ ഒഫൻഡഡ് ആവും. ഒഫൻഡഡ് ആവുന്ന സമയത്ത് ഇതുപോലെയുള്ള ഇപ്പൊ കഴിഞ്ഞ ഏതൊക്കെയോ സിനിമകൾ വന്നപ്പോൾ പോക്കും പ്രൊഡ്യൂസേഴ്സ് ഒക്കെ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള വിദ്വേഷമൊക്കെ ഉണ്ടാവാൻ കാരണം അത് ചില സമയത്ത് ഒരു ലൈൻ ക്രോസ് ചെയ്ത്, ഒരു തിൻ ലൈൻ ആണല്ലോ, ആ ലൈൻ ക്രോസ് ചെയ്ത് പോയി കഴിയുമ്പോൾ ആൾക്കാർക്ക് അത് ഒഫൻസീവ് ആകുമ്പോൾ ആൾക്കാർ അതിന് റിയാക്ട് ചെയ്യും, തിരിച്ചു പുള്ളി റിയാക്ട് ചെയ്യും. അല്ലെങ്കിൽ ഇതൊക്കെ വിത്തിൻ സോഷ്യൽ മീഡിയ മാത്രമല്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞതിനകത്ത് മാത്രം നടക്കുന്ന ഒരു സംഭവമാണ്. അൾട്ടിമേറ്റ്ലി ഇതിനൊക്കെ മുകളിലാണ് സിനിമയുടെ പവറും സാധാരണക്കാരും. സിനിമ നല്ലതാണെങ്കിൽ ഈ പറഞ്ഞ യാതൊരുവിധ വിഷയമില്ല എന്നാണ്. കാരണം ഞാൻ അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം അശ്വന്ത് നല്ലതെന്ന് പറഞ്ഞ സിനിമകൾ മോശമായിട്ട് ഓടിയ സിനിമകളുണ്ട്. അശ്വന്ത്
മോശമെന്ന് പറഞ്ഞ സിനിമകൾ ഇവിടെ സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ട് ഇല്ലേ? അപ്പോ ചില ആൾക്കാർ പുള്ളിനെ ഫോളോ ചെയ്യുന്നു. ആ ഫോളോവേഴ്സ് ബ്ലൈൻഡ് ആയിട്ട് പുള്ളിയെ വിശ്വസിക്കുന്ന ആൾക്കാരൊന്നും അല്ല മലയാളികൾ. നമ്മൾ മലയാളികൾ അങ്ങനെ ആരെയും ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിച്ചിട്ട് കാണാൻ നിൽക്കുന്നില്ല. പിന്നെ വേർഡ് ഓഫ് മൗത്ത് എന്നൊരു സാധനം എന്തായാലും ഉണ്ട്. കാരണം സിനിമ ഒരാളുടെ മാത്രം അഭിപ്രായത്തിന്റെ പുറത്തൊന്നുമല്ല നമ്മൾ സിനിമ കാണാതിരിക്കുന്നത്. ഡെഫിനറ്റ്ലി പടം നല്ലതാണെങ്കിൽ വേർഡ് ഓഫ് മൗത്തിൽ ഒരു റിവ്യൂ സിസ്റ്റം കൊണ്ടൊന്നും ഒരു സിനിമ വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് പുള്ളി ആരും ഭയക്കേണ്ട കാര്യമോ പേടിക്കേണ്ട കാര്യമോ പുള്ളി ആരും ശത്രുവൊന്നും ആവുന്നില്ല. അതുകൊണ്ട് തന്നെ പുള്ളി സിനിമ നല്ലതായപ്പോൾ തന്നെ എന്നെ ഉൾപ്പെടെ പുള്ളി വിളിച്ചിട്ട് നല്ല രീതിയിൽ സംസാരിക്കുന്ന ആളാണ്. നല്ലൊരു എനിക്ക് ഭയങ്കര ജെന്യൂൻ ഫിലിം ലവറാണെന്ന് തോന്നിയിട്ടുള്ള ആളാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ പേഴ്സണൽ ആവുന്ന സമയത്ത് ഇത് ലൈൻ ബ്രീച്ച് ചെയ്യും. ചിലർക്ക് വേർഡ് ആകുമ്പോഴുള്ള പ്രശ്നമാണ്. ഭയങ്കര റൊമാൻസ് പരിപാടികളല്ല, സ്നേഹമാണ് ക്ലിയറായിട്ട് വരും. ആ കഥയിൽ അങ്ങനെ ഒരു എടുത്തു പറയാൻ തക്ക ഒരു റൊമാൻസ് പരിപാടികളില്ല. കഥ തന്നെ നമ്മൾ ഒരുമിച്ചാണ് കൂടുതൽ ഈ ഗാനങ്ങളുടെ ട്രൂപ്പിനകത്ത് ഉള്ളൊരു ഭാഗമാണ്. അപ്പോൾ ഓൾറെഡി ഹാഫേ ഞങ്ങൾ പ്രണയത്തിലാണ് ഈ സിനിമ. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് റൊമാൻസ് എന്നൊന്നും പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ്. വേറൊരു പരിപാടിയാണ് ഇവിടെ. വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങിയപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ചേട്ടൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. അതായത് ബേസിൽ ഇപ്പോൾ ഒരു ലോഞ്ച് എടുത്ത് അടിച്ചുകൊണ്ടിരിക്കണം. ഇപ്പൊ ഗുരുവായൂർ അമ്പലം നാളെ ഇറങ്ങിയപ്പോൾ ഓഡിയൻസ് കമന്റിൽ വന്ന് അതേ സ്റ്റേറ്റ്മെന്റ് തന്നെ തിരിച്ചു പറഞ്ഞു. ഞാൻ ഇതൊന്നും കാണാൻ കഴിയാതെ ലോഞ്ച് എടുത്ത് അടിച്ചുകൊണ്ടിരിക്കണം. അല്ല നന്നായിട്ട് തമാശ നമ്മളെ പറയുന്നില്ലേ ഇതൊക്കെ. ഇത് നമ്മള് ബേസിനോട് ചോദിച്ചപ്പോ ബേസിനേട്ടൻ പറഞ്ഞു ഞാൻ ഇന്നലെ വിളിച്ചായിരുന്നു, പക്ഷെ അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതാണ് തമാശ. അല്ല ഞാൻ പറഞ്ഞത് നമ്മള് ഞാൻ അവരും തമ്മിലുള്ള ഒരു സൗഹൃദം എത്ര വർഷമായിട്ടുള്ളത്. നമ്മളെന്ത് പറഞ്ഞാലും അത് അവനങ്ങനെ മദ്യപിക്കുന്നതാണെന്നല്ല. അപ്പൊ മദ്യപിക്കുന്ന രീതി എത്ര കാലമായില്ലോ കഞ്ചാണോ. അപ്പൊ അല്ല അങ്ങനല്ല, അതൊന്നും ഉപയോഗിക്കാത്ത മതി. രണ്ട് സാധനങ്ങളൊന്നും അവനൊന്നും അങ്ങനത്തെ അവനെ കണ്ടാ തോന്നും. അപ്പൊ എനിക്ക് തോന്നുന്നു അവരൊരു ചെറിയൊരു കമ്പനി നമ്മൾ ഇത് മൂന്നാറിലായിട്ടുള്ള സമയത്തേറ്റം നമ്മൾക്ക് നമ്മുടെ ബോട്ടിലിന്റെ ക്യാപ്പിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിൽ ഒഴിച്ചാൽ അവൻ ഫിറ്റാണ്. അപ്പൊ അങ്ങനെയുള്ള അല്ല അവര് വന്നവർക്ക് തമാശ എന്ന് പറഞ്ഞു. അവന്റെ സിനിമ ഓടാനുള്ളതൊക്കെ അവനൊക്കെ നമ്മുടെ കൂടെ നമ്മളൊക്കെ ഒരുമിച്ച് വന്നല്ലേ. അവന്റെ സിനിമ ഓടാനുള്ളത് ഏറ്റവും വലിയ സന്തോഷമല്ലേ നമ്മുടെ അവൻ തന്നെ വിളിക്കുന്നത്. നല്ല കാര്യല്ലേ. ചേട്ടൻ രാജേട്ടന്റെ ഒരു കടുത്ത ആരാധകനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ രാജേട്ടനായിട്ടാണ് പടത്തിന് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് കണ്ടപ്പോ എന്താ അസൂയാണെന്ന് ഇല്ലല്ലേ, ഞാൻ രാജേട്ടനോട് സംവിധാനം ചെയ്യുമല്ലോ. അപ്പൊ പിന്നെ പ്രശ്നം താലിയായി. ഒരിടയ്ക്ക് ഒത്തിരി സിനിമകൾ ചെയ്യും, അതിൽ ഭൂരിഭാഗവും ബോംബായി പോവുകയും ചെയ്തൊരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് എപ്പോഴെങ്കിലും പുല്ല് വേണ്ടായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെയൊന്നുമല്ല, നമ്മളൊരു ആ ഒരു ഫ്ലോയിലൊക്കെ പോവാന്നല്ലാതെ നമ്മൾ അതിനെ കുറിച്ച്. കാരണം അച്ഛനെ കഴിഞ്ഞപ്പോഴും എന്നോട് നമ്മളൊരു ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ചോദിച്ചു. ആ സമയത്ത് അവര് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ഈ പറഞ്ഞ ഞാൻ മിക്ക സിനിമകളും ചെയ്ത മനുഷ്യനൊക്കെ എക്സ്പീരിയൻസ്ഡ് ആണ്. ഞാൻ ചെയ്ത മിക്ക സിനിമകളും പുതുമുഖ സംവിധായകരോട്. ഈ പുതുമുഖ സംവിധായകരോട് ചെയ്യുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആദ്യ സിനിമ ഓടിയില്ലെങ്കിൽ പിന്നെ അവർക്കൊരു കരിയർ രണ്ടാമത്തെ സിനിമ ചെയ്യാന്ന് പറയുന്നത് വലിയൊരു പാടാണ്. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് മലയാള സിനിമ മോശം സിനിമയിലെ ആദ്യ സിനിമ പൊട്ടിച്ച ഒരാൾക്ക് രണ്ടാമത്തെ സിനിമ കിട്ടുകയുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഇവരാരും തന്നെ ഒരു ബോംബ് ഇറക്കിയേക്കാം അല്ല ബോംബ് ഇട്ടേക്കാന്ന് വെച്ച സിനിമയിൽ നിന്നല്ല. ഏതെങ്കിലും ഘട്ടങ്ങളിൽ ഏതെങ്കിലും ഘട്ടത്തിൽ സിനിമ വീണു പോകുന്നതാണ്. അല്ലെങ്കിൽ ഈ സമയത്ത് ഈ സിനിമയുടെ ആവശ്യമില്ല, അല്ലെങ്കിൽ ഈ സിനിമക്ക് എന്ത് റിലവൻസ് എന്നൊക്കെ തോന്നിയിട്ട് ആൾക്കാരൊന്ന് റിജക്ട് ചെയ്തു സിനിമ. അങ്ങനെ ഇപ്പം എനിക്ക് ഇതേപോലെ ബുള്ളറ്റ് ഡൈസ് എന്ന് പറഞ്ഞ പടം നേരത്തെ പറഞ്ഞ അശ്വന്ത് ഭയങ്കര നല്ല അഭിപ്രായം പറഞ്ഞ സിനിമയാണ്. അശ്വന്ത് ഭയങ്കര നല്ല അഭിപ്രായം പറഞ്ഞ ആ സിനിമയെ കുറിച്ച്. ഞാൻ ഭയങ്കര സിമ്പിൾ ഡേ എന്നൊക്കെ പറഞ്ഞ അശ്വന്ത് അഭിപ്രായം പറഞ്ഞു. ആ സിനിമ സൂപ്പർ ഹിറ്റ് ആയിരുന്നു. ഇല്ല എന്താ പിന്നെ അശ്വന്ത് അഭിപ്രായം പറഞ്ഞതുകൊണ്ട് ആ സിനിമ സൂപ്പർ ഹിറ്റ് ആണ്. കാരണം അത് ഡിസംബർ 15-ാം തീയതിയാണ് സിനിമ ഇറങ്ങിയത്. 22-ന് പുതിയ ക്രിസ്മസ് സിനിമകൾ വരുന്നു. അപ്പൊ എനിക്കൊന്ന് കഴിഞ്ഞ
ഇത്രയും സിനിമകൾക്കിടയിൽ നമ്മൾ ആകെ അഭിപ്രായം കിട്ടുന്ന എനിക്കൊന്ന് ഉടലും മറ്റേ നദികൾ സുന്ദരിയോപിന തരക്കേടില്ലാതെ തിയേറ്ററിൽ അത്യാവശ്യം ആളുകൾ, പിന്നെ വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ ഇത്രയും സിനിമകൾക്കിടയിൽ ഇത്രയും ഒരു 3-4 സിനിമകൾ മാത്രമേ ഓടുന്നുള്ളൂ. അതും മലയാളത്തിൽ തന്നെ കഴിഞ്ഞ വർഷം എടുത്തു നോക്കുമ്പോൾ തന്നെ ഞാൻ ഇത്രയും എണ്ണത്തിൽ ഇത്രയും സിനിമ ചെയ്യുമ്പോഴുള്ള പ്രശ്നമാണ്. അല്ലാതെ എന്റെ കൂടെയുള്ള സഹപ്രവർത്തകരായിട്ടുള്ള പലരുടെ സിനിമ ഓടാവുന്നില്ല. സത്യല്ലേ? എന്റെ സഹപ്രവർത്തകരായിട്ടുള്ള കുറെ പേരുടെ സിനിമയൊന്നും ഓടുന്നില്ല. കാരണം 100-110-130 സിനിമയെന്ന് ഓടുന്നത് എനിക്ക് തോന്നുന്നു 10-20 സിനിമകളാണ് കഴിഞ്ഞ വർഷം മുന്നത്തെ വർഷമൊക്കെ ഓടിയത്. പക്ഷെ ഞാൻ എണ്ണത്തിൽ 30-40 സിനിമ എന്റെ ഉണ്ട്. നമുക്ക് റേഷ്യോ കണക്ക് നോക്കുമ്പോൾ കുറച്ചധികം കൂടുതൽ ചെയ്യുന്നു. ഇപ്പൊ ഈ വർഷം മാറിയപ്പോൾ സിനാരിയൊക്കെ മാറി. എനിക്കൊന്നും കഴിഞ്ഞ വർഷത്തെ പോലെയല്ലേ, ഈ വർഷം തുടക്കത്തിൽ തന്നെ തിയേറ്ററിൽ ആൾക്കാർ വന്നു തുടങ്ങി, സിനിമകൾ ഹിറ്റാവുന്നു. അപ്പൊ ഒരു നല്ല കാലം എന്ന് പറയാൻ പറ്റില്ല, സുവർണ്ണകാലം എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ആൾക്കാര് തിയേറ്ററിലേക്ക് വന്നു തുടങ്ങി എന്നുള്ള ഒരു വലിയ സന്തോഷം തന്നെ. കഴിഞ്ഞ വർഷത്തെ പോലെയല്ല, ആൾക്കാര് നല്ലതാണെങ്കിൽ അല്ലെങ്കിൽ സിനിമ വീണ്ടും തിയേറ്ററിലേക്ക് ആൾക്കാർ ഇടിച്ചു കയറി ഒന്ന് കണ്ടേക്കാം, അല്ല കണ്ടു നോക്കാം എന്നുള്ള രീതിയിൽ ഒരു ചെറിയ രീതിയിൽ ആൾക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡിലും ജനങ്ങളുടെ മനസ്സിൽ സിനിമയ്ക്ക് വീണ്ടും ഒരു പ്രയോറിറ്റി ആയി വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ പോലെ മുന്നത്തെ വർഷത്തെ പോലെയല്ല. അപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ ശരിക്കും ചൂസ് ചെയ്ത് നമ്മൾ നല്ലത് മാത്രം നോക്കിയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഇപ്പൊ പോകുന്ന പോലെ തന്നെ പോവാ. നല്ലത് വരും, ഈ പറഞ്ഞ പോലെ മോശം സിനിമകൾ വരും. അതിന് ഞാനിപ്പോ എന്തായാലും വളരെ ചൂസ് ചെയ്ത് ചെയ്തിട്ടൊന്നും പോകുന്നില്ല. എനിക്ക് പോകുന്ന പോലെ പോട്ടെ എന്നായിരിക്കും. ഇത്ര സിമ്പിൾ ആവുന്നില്ല. കാരണം വേറൊരു ആക്ടർ ഇങ്ങനെ ഇത്ര പണം ചെയ്തു, എന്നെ ഇത്ര പൊട്ടി, എത്ര വിദേശങ്ങൾ എന്നുള്ള പറഞ്ഞു കേൾക്കാൻ ഇത്ര സിമ്പിൾ ആയിട്ട് നിനക്ക് എത്ര ഞാനിത് പറഞ്ഞില്ലെങ്കിൽ സിമ്പിൾ ആവണ്ട. നമ്മളെത്ര വരെ കാണുന്നു. ഞാൻ ചേട്ടാ, സുന്ദരനായ ഒരു പ്രൊഡ്യൂസർ അഭിനയിച്ചപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു അഭിനയം? അത് എനിക്കെങ്കിലും തീർച്ചയായിട്ടും ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാളായിട്ടോ അങ്ങനെ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇത്രയും ആർട്ടിസ്റ്റ് നമ്മൾ കുറെ കോമ്പിനേഷൻ സീനുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാളുടെ അങ്ങനെ ഇൻഹിബിഷനോടുകൂടി ചെയ്തതായിട്ടോ അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല. പുള്ളി വളരെ തന്മയത്തോടുകൂടി ആ ക്യാരക്ടർ പുള്ളി ചെയ്യേണ്ട സാധനം പുള്ളി വളരെ ഭംഗിയായിട്ട് രസകരമായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഫസ്റ്റ് സിനിമ അത് കുറെ ഡയലോഗുകളും കുറെ സീനുകളും ഇതിന്റെ ഒരു ക്രൂഷ്യൽ പ്രധാന കഥാപാത്രമാണ് പുള്ളി ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിൽ ഫസ്റ്റ് സിനിമ എന്ന രീതിയിൽ പുള്ളി ഡെഫിനറ്റ് ആയിട്ടും ആ ക്യാരക്ടറിന് ജസ്റ്റിസ് കാണിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കണ്ടെടുത്തോളം എല്ലാവരും സിനിമ പോയി കാണുന്ന ഒരു അഭിപ്രായമാണ്. എല്ലാവരും പറയുന്നുണ്ട് എല്ലാ സിനിമ റിവ്യൂസിന്റെ പിറകെ പോകാതെ കണ്ടിട്ട് അഭിപ്രായം പറയാതെ. ഇതൊരു മഹത്തായ ഭയങ്കര സിനിമയൊന്നുമല്ല, ഇതൊരു കുഞ്ഞു സിനിമയാണ്, ഞങ്ങളുടെ റേഡിയ ശ്രമമാണ്. അത് നിങ്ങൾ കഴിയുന്ന രീതിയിൽ ഭംഗിയാക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അത് ദൈവം തിയേറ്ററിൽ പോയി കണ്ടിട്ട് വിലയിരുത്തണമെന്നാണ്. മറ്റുള്ളവർ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് പോകാതിരിക്കരുത്. ഒരു തിയേറ്ററിൽ തന്നെ പോയി കണ്ടതിന് വിലയിരുത്തുക. നിങ്ങൾക്കൊരു നഷ്ടമാവില്ല ഈ സിനിമ എന്നൊരു വിശ്വാസം. ഞാൻ ചേട്ടാ ഒരു കാര്യം ഇപ്പൊ ഞാൻ ചേട്ടൻ പറയല്ലേ സുവർണ കാലഘട്ടമാണെന്ന് പറയാൻ കഴിയില്ല എന്ന് പറയുന്നത് എനിക്ക് തോന്നിയ ഒരു കാര്യം പറയാം. ഇപ്പൊ നമ്മുടെ പല സിനിമകളും തിയേറ്ററിൽ പോകാൻ വിജയം നല്ല കളക്ഷൻ നേടി പോകുന്നുണ്ടല്ലോ. പിന്നീട് അത് കഴിഞ്ഞ് കുറെ ആളുകൾ പറയുന്നുണ്ട് ഈ സിനിമ എന്താ ഇത്ര ഹിറ്റ് ആയത്, ഇതിനകത്ത് അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കഥയാണല്ലോ, ഇത് അങ്ങനെ ഹിറ്റ് ആവേണ്ട കഥയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഉത്തരവായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് കഥയ്ക്കപ്പുറത്ത് ആളുകളെ എന്റർടൈൻമെന്റ് ചെയ്യിക്കുന്ന കണ്ടന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സിനിമ ഈ അടുത്ത കാലത്തായി സിനിമ വിജയിക്കുന്നതെല്ലാം കഥയ്ക്കപ്പുറത്ത് ഒരു കണ്ടന്റ് ഉണ്ടെന്നും അല്ല എന്റർടൈൻമെന്റ് ആളുകളെ രസിപ്പിക്കുന്നുണ്ടെങ്കിൽ വിജയിച്ചു പോകുന്ന ഒരു ഫോർമുലയാണെന്ന് തോന്നുന്നു ഇപ്പോൾ വന്നു പോകുന്നത്. അതായത് ട്രെൻഡിനനുസരിച്ച് ഇപ്പോൾ ഭൂരിഭാഗം ആളുകളും നല്ലതാണെന്ന് പറയുന്ന ഒരു സിനിമ ഞാൻ മോശമാണെന്ന് പറഞ്ഞാൽ കുഴപ്പമാകുമോ എന്ന രീതിയിൽ എല്ലാവരും ആരും മോശമാണെന്ന് പറയുന്നില്ല. ആ സിനിമ കണ്ടോ, ആ സിനിമ കണ്ടോ നല്ല രീതിയിൽ പോകുന്നുണ്ടല്ലോ, തരക്കേടില്ല എന്നുള്ള ഒരു അഭിപ്രായത്തിന്റെ പുറത്ത് അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അത് ഞാൻ ചോദിക്കാൻ കാരണം ഇപ്പൊ സുവർണ്ണ കാലഘട്ടം എല്ലാവരും സുവർണ്ണ കാലഘട്ടം എന്ന് വിശേഷിക്കുമ്പോൾ രഞ്ജൻ അങ്ങനെ സുവർണ്ണ കാലഘട്ടമാണെന്ന് പറയുന്നില്ല എന്ന് പറഞ്ഞത് കാലഘട്ടം എന്നൊക്കെ പറയുന്നത് ലോങ് പീരീഡ്. ഇപ്പോൾ നമ്മൾ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 4 മാസത്തിനടങ്ങിയ സിനിമകളാണ് ഇപ്പോൾ ഓടിയ സിനിമകളൊക്കെ. തെലുങ്കിൽ എനിക്കൊന്നും അത്ര 1000 കോടി 500 കോടി കയറ്റം മലയാള സിനിമക്കല്ലേ, എത്രയോ 1000 കോടി കയറ്റം വന്നു. അപ്പോ ആ രീതിയിൽ
ആദ്യം ചോദിച്ച ചോദ്യത്തിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില സിനിമകൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്ത സിനിമ ഇത് OTT വരുമ്പോഴാണ് സ്വാഭാവികമായിട്ടും, അല്ലെങ്കിൽ സാറ്റലൈറ്റ് അല്ലെങ്കിൽ OTT വരുമ്പോഴാണ് ആൾക്കാർ പിന്നെ മിക്സഡ് അഭിപ്രായം വരുന്നത്. മിക്കതും OTT കാണുന്ന ആൾക്കാർ തിയേറ്ററിൽ ഈ സിനിമ എക്സ്പീരിയൻസ് ചെയ്യാത്ത ആൾക്കാരായിരിക്കും. ചില സിനിമകൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ അതിന്റെ ഒരു ഫുൾ എക്സ്പീരിയൻസ് കിട്ടുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ ചില സിനിമകൾ ഞാൻ തിയേറ്ററിൽ പോയിട്ട് എല്ലാ സിനിമകളും കാണുന്നതല്ല. തിയേറ്ററിൽ ഭയങ്കരമായിട്ട് ഓടിയ സിനിമകൾ OTT കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് എന്തുകൊണ്ട് ഓടി, ഇത് എന്തായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മളൊരു തിയേറ്ററിൽ ഇരുന്നിട്ട് കുറെ ആൾക്കാരെ കൂടെ ഇരുന്നിട്ട് ആൾക്കാർ ചിരിക്കുമ്പോൾ നമ്മൾ അതിന്റെ ഒപ്പം നമ്മൾ ചിലപ്പോൾ ചിരിക്കും. അതിന്റെ ഒരു മൂഡ് വരെയാണ് വലിയ സ്ക്രീനിൽ സൗണ്ടില് ആ ഫുൾ എക്സ്പീരിയൻസ് വരെ. അതേ OTT വന്നിട്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ ഒരു കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് നമ്മളെ ചാരി ഒരു കസേരയിൽ നിന്നിട്ട് കാണുമ്പോൾ നമ്മൾ കൂടുതൽ എന്താ പറയണ്ടേ ക്രിട്ടിക്കലായിട്ടും നമ്മൾ ബ്രേക്ക് എടുത്തിട്ടും പോസ് എടുത്തിട്ടും നമ്മുടെ ആസ്വാദന ലെവലിൽ കുറച്ചുകൂടി ഒരു വളരെ ക്രിട്ടിക്കലായിട്ടൊക്കെ നമ്മൾ ചിലപ്പോൾ കണ്ടെന്നിരിക്കുള്ളൂ. പിന്നെ സൗണ്ട് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഫാക്ടറാണ്. വീട്ടിൽ നമ്മൾ ടിവിയിലൊക്കെ കാണുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അല്ല ഒരു ത്രില്ലർ സിനിമയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വഭാവമുള്ള സിനിമകളൊക്കെ നമ്മൾ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യാണ്ട് നേരെ വീട്ടിൽ വന്നിട്ട് കാണുന്ന സമയത്ത് ചിലപ്പോൾ അത് ആ ഒരു സെയിം ഒരു എഫക്റ്റ് ഇമ്പാക്ട് ചിലപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് കാണുന്നില്ല. അതുകൊണ്ടാണ് പല സിനിമകളും OTT വരുന്ന സമയത്ത് അല്ലെങ്കിൽ OTT കാണുന്ന ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നതിന്റെ ഒരു എനിക്ക് തോന്നുന്നു യങ്സ്റ്റേഴ്സ് ഒന്നും ഇല്ല എന്നല്ല, പക്ഷെ മാക്സിമം ആൾക്കാർ തിയേറ്ററിൽ പോകാൻ പറ്റാത്ത 35 അല്ലെങ്കിൽ ആ ഒരു കുറച്ച് മിഡിൽ ഏജ് അല്ലെങ്കിൽ അതിന്റെ മുകളിൽ ആൾക്കാരാണ് സിനിമ തിയേറ്ററിൽ പോയി കാണാൻ പറ്റാത്ത ചെറുപ്പക്കാരല്ലാത്ത കുറെ ആൾക്കാരാണ് OTT പിന്നെ പുറത്തുള്ള പ്രവാസികൾ അല്ലെങ്കിൽ അവരൊക്കെയാണ് OTT നിന്ന് കാണുന്നത്. അപ്പൊ അവർക്ക് ആ ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത സിനിമ ടിവിയിൽ നിന്ന് കാണുന്ന സമയത്ത് ഇത് എന്തുകൊണ്ട് ഓടി എന്നൊക്കെ സംശയം വരും. കാരണം യൂത്ത് ആണ് പല സിനിമകളും, യങ്സ്റ്റേഴ്സ് ആണ് ഈ പറഞ്ഞ സിനിമകളൊക്കെ വിജയിപ്പിച്ചതും അല്ലെങ്കിൽ ഏറ്റവും ഉള്ള ഒരു ഏജ് ഗ്രൂപ്പിനെ ക്യാറ്റർ ചെയ്ത സിനിമകളാണ്. ഇപ്പോ ഞാൻ ഹൃദയത്തിന്റെ നമ്മുടെ സിനിമകളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഹൃദയം, ഇപ്പൊ ആവേശം വർഷങ്ങൾക്ക് ശേഷം. ആവേശം യൂത്തിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും യങ്സ്റ്റേഴ്സ് ആയിരുന്നു. അതിന്റെ മ്യൂസിക് ആയിക്കോട്ടെ അല്ലെങ്കിൽ അതിന്റെ മേക്കിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അതൊരു ഫെസ്റ്റിവൽ സിനിമ. അതേ വർഷങ്ങൾക്ക് ശേഷം ഡ്രാമയാണ്, ഇമോഷണൽ ഡ്രാമയാണ്. ആ രീതിയിൽ ഏട്ടൻ്റെ ഒരു സെറ്റ് ഓഫ് ഓഡിയൻസ് ഉണ്ട്, ഫാമിലി അല്ലെങ്കിൽ ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ഡയറക്ടറിനെ വിശ്വസിച്ച് പോകുന്ന ഫാമിലി ഓഡിയൻസ് ഉണ്ട്. അവരാണ് കൂടുതൽ നമുക്കൊരു ഇനീഷ്യലി കിട്ടിയതൊക്കെ ആ ഇന്റർവ്യൂന്നും പരിപാടികളൊക്കെ കിട്ടി. കാരണം സാധാരണ ഏട്ടൻ്റെ സിനിമകൾക്ക് കിട്ടുന്ന ഒരു പാട്ടിന്റെ ഒരു വെൽക്കമിംഗ് ആ സിനിമ കിട്ടിയിരുന്നില്ല. അപ്പം എനിക്ക് തോന്നുന്നു മിക്സഡ് ആയിട്ടും ഏത് ലെവലിൽ വേണമെങ്കിലും മിക്സഡ് അഭിപ്രായങ്ങൾ സിനിമ ഇറങ്ങി കഴിഞ്ഞ് ഇഷ്ടപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ പോലും പിന്നെ വീണ്ടും റിപ്പീറ്റ് ഇല്ലാത്ത കുറെ സിനിമകളുണ്ട്. ഇപ്പൊ നമ്മൾ TV വരുന്ന സമയത്തും നമ്മൾ പഴയ സിനിമകളിൽ ഇപ്പോഴും റിപ്പീറ്റ് കാണും. അല്ലാണ്ട് നമ്മൾ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമകൾ നമ്മൾ റിപ്പീറ്റ് കാണുന്ന സിനിമകൾ ആക്ച്വലി വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു എന്നോട് പറഞ്ഞിട്ടുള്ള സിനിമകൾ ഇപ്പൊ കുഞ്ഞിരാമാണ് റിപ്പീറ്റ് കാണുന്നുണ്ട്, ആട്, കപ്പിയാരൊക്കെ ഇറങ്ങിയ റിപ്പീറ്റ് വാച്ചുള്ള സിനിമകളാണ്. പക്ഷെ അടുത്ത കാലത്ത് ഇറങ്ങിയ ഓടിയ സിനിമകളിൽ പോലും നമ്മൾ റിപ്പീറ്റ് കാണണം അല്ലെങ്കിൽ സെക്കൻഡ് ടൈം വാച്ച് എന്ന് പറയുന്ന സാധനത്തിലോട്ട് വരുന്ന പോലും. അപ്പൊ മിക്ക OTTs കാണുന്ന ആൾക്കാരും ബിഗ് സ്ക്രീനിൽ OTT വരുമ്പോൾ ഈ മിക്സഡ് റെസ്പോൺസ് ഭയങ്കരമായിട്ട് വരുന്നത് കാരണം ആ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തതിന്റെ ആയിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ത്രില്ലർ സിനിമകളൊക്കെ പ്രത്യേകിച്ച് ത്രില്ലറിന്റെ സൗണ്ടിലാണ് ആ സിനിമയുടെ ഇമ്പാക്ട് ഇരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട്, പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ സിനിമകളൊക്കെ എന്തുകൊണ്ടായിരിക്കും തിയേറ്ററിൽ ഓടിയിട്ടുണ്ടാവുക എന്ന് എനിക്ക് തോന്നിയ സിനിമകളൊക്കെ. ഞാൻ പേര് പറയുന്നില്ല, പക്ഷെ എന്നാൽ പോലും അതൊക്കെ തിയേറ്ററിൽ സൂപ്പർ ഹിറ്റ് ആയ സിനിമകൾ പോലും അടുത്ത നമ്മുടെ സുഹൃത്തുക്കളുടെ സിനിമ പോലും എന്തുകൊണ്ടായിരിക്കും ഓടിയിട്ടുണ്ടാവുന്ന ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ മേ ബി അന്ന് നമ്മൾ തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടെ. അപ്പൊ അതുകൊണ്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല ആ ഒരു എക്സ്പീരിയൻസ് തിയേറ്ററും വീട്ടിൽ നിന്ന് കാണുന്നത്. അപ്പൊ മിക്സഡ് വരുന്നത് പലപ്പോഴും ഇറങ്ങി കഴിഞ്ഞ് ഇത് സാറ്റലൈറ്റിലും OTT വരുമ്പോഴാണ്. മലയാള സിനിമയിലെ നടിമാരെവിടെ ഹിറ്റ് ആയിട്ടുള്ള സിനിമ നോക്കിക്കഴിഞ്ഞാൽ ഇല്ലാത്ത സിനിമകളും ഒരുപാട് ആവേശം നോക്കിക്കഴിഞ്ഞാൽ മണ്ണൂറ്റൊക്കെ ആണെങ്കിലും ലേഡി കാറ്റഗറി ഇല്ല. അല്ലെങ്കിൽ അഞ്ജലി മേനോനെ പോലെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ അത്തരത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് മുന്നോട്ട് വെക്കുമ്പോൾ അതിനത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ളതായി കാണും. അല്ല അത്രയും ഇമ്പോർട്ടൻസ്, കാരണം ഒരു കഥയ്ക്ക് ആവശ്യമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇപ്പൊ ഇന്ത്യൻ സിനിമയിൽ എത്ര ലേഡി ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ. നമ്മള് വർഷാക്കേഷത്തില് എത്ര പേരുണ്ട്, അല്ലെങ്കിൽ ആവേശത്തിലില്ല, മഞ്ഞുമൽ ബോയ്സിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം
മലയാള സിനിമയില് ഇവരൊക്കെ വെറുതെ ഇരിക്കുകയാണ് അല്ലെ, അങ്ങനെയൊന്നുമല്ലോ. ഫീമെയിൽ ഇവിടെ എത്ര ഫീമെയിൽ സിനിമകളുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ക്യാൻസൽ ഇവര് ചെയ്ത സിനിമയിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ദിവ്യപ്രഭയും ഇവരൊക്കെ കനിയൊക്കെ പോയപ്പോഴത്തേക്ക് അവർക്ക് അവിടെ അവാർഡ് കിട്ടി. അത് ഫീമെയിൽ സെൻട്രിക് സിനിമയല്ലേ, ഫീമെയിൽ ഓറിയന്റഡ് അല്ലെങ്കിൽ ഫീമെയിൽ ക്യാരക്ടേഴ്സ്. ഞാൻ സിനിമയുടെ കഥ എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ സിനിമകളെല്ലാം പറഞ്ഞില്ല, അത്തരത്തില് കഥകൾ ഒരു കഥക്ക് ഡിമാൻഡ് ചെയ്യുന്ന പോലെയല്ലേ. അതുകൊണ്ട് ഇവരെ സ്ത്രീകളെ മൊത്തത്തിൽ മാറ്റി വെച്ചേക്കാറുണ്ട് സിനിമ ചെയ്യുന്നില്ല. അൾട്ടിമേറ്റ്ലി സിനിമ ഓടണമെങ്കിൽ ഫീമെയിൽ പ്രസന്റ് നമ്മൾ റൊമാൻറ്റിക് സിനിമ ചെയ്യുമ്പോൾ സ്ത്രീകളെ മാറ്റി വെക്കുന്നു. സ്വാഭാവികമായിട്ടും പ്രണയ സിനിമകൾ റോംകോം. ഇപ്പൊ ഞാൻ ആദ്യം ചെയ്ത സിനിമ ലവ് ആക്ഷൻ ഡയറക്ട് ചെയ്തപ്പോൾ എനിക്ക് ഇതിനെ കൊണ്ട് സ്വാഭാവികമായിട്ടും അത്തരം സിനിമകൾ വരുമ്പോൾ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഡിമാൻഡ് ചെയ്യുന്ന കഥകൾ സ്വാഭാവികമായിട്ടും വന്നല്ലേ പറ്റും. അതുകൊണ്ട് ഇല്ല, ആ രീതിയിലായിരിക്കില്ല അവരുടെ സ്റ്റേറ്റ്മെന്റ് കാര്യം എനിക്ക് തോന്നുന്നു. ആണോ? കാരണം എനിക്ക് ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമകൾ കുറഞ്ഞതാണ്, അല്ലെങ്കിൽ ഫീമെയിൽ സെൻട്രിക് ആയിട്ടുള്ള സിനിമകൾ കമ്പാരിറ്റീവ്ലി കുറഞ്ഞു കാണാം. അതുകൊണ്ട് ചിലപ്പോൾ കാണുന്നതായിരിക്കും. കാരണം എനിക്കങ്ങനെ മലയാള സിനിമയില് അങ്ങനെ സ്ത്രീ സാന്നിധ്യം കുറഞ്ഞു പോയെന്നോ അല്ലെങ്കിൽ അവരെവിടെയൊക്കെ കാരണം അവരുടെ എല്ലാവരും മിക്ക ആക്ടേഴ്സും അല്ലെങ്കിൽ മിക്ക ആക്ടേഴ്സുമാരും ഡേറ്റ് കൊടുക്കാത്ത അവസ്ഥയാണ്. അറിയില്ല, അങ്ങനെ ഒരിക്കലും അതെനിക്കറിയില്ല എന്തുകൊണ്ടാവും. എനിക്ക് തോന്നുന്നു അവരുടെ ഒരു കാര്യം സ്ത്രീകൾക്ക് ഒരു പ്രാതിനിധ്യത്തിന്റെ ഒരു പ്രശ്നം കൊണ്ടായിരിക്കും അവരങ്ങനെ സംസാരിക്കുമ്പോൾ ഫീൽ ചെയ്തത്. അവരങ്ങനെ അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് എനിക്ക് ഫീൽ ചെയ്തത്. അടുത്ത സിനിമയില് ഈ ഒരു സിനിമയിൽ സ്ത്രീകളുടെ പ്രാധാന്യം, ഈ ഒരു സിനിമയിൽ അദ്ദേഹം നല്ല പ്രാധാന്യം പറയില്ല. അങ്ങനൊരു അടിപൊളിയോട് എത്തിപ്പെട്ടിട്ടില്ല. ഇപ്പൊ നമ്മളങ്ങനെ നിപുണല്ല. പ്രൊഡ്യൂസറോട് അതായത് നമ്മളിപ്പോ ഈ പറഞ്ഞ വിഷയം തന്നെ ശരിക്കും സ്ത്രീകളെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇപ്പോ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ലൊക്കേഷനിലേക്ക് എത്തുകയും ചെലവ് വർദ്ധിക്കുകയും ചെയ്യാന്ന് കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പൊ അവരുടെ കൂടെ ഒന്നെങ്കിലും ഹസ്ബൻഡ് ഉണ്ടാവും, അപ്പൊ അല്ലെങ്കിൽ അവരുടെ അങ്ങനെ കൂടുതലായിട്ട് അതായത് ചെലവ് കൂടുന്നു. അങ്ങനെ അതുകൊണ്ടായിരിക്കും ഈ സിനിമ ഞാനങ്ങനെ ഒരിക്കലും വിചാരിക്കുന്നില്ല. എനിക്ക് ഇപ്പൊ നമ്മുടെ സിനിമയ്ക്ക് സ്ത്രീകളുടെ ക്യാരക്ടേഴ്സ് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും വേണം. അതിനകത്ത് അപ്പൊ അവർ വരുന്ന എക്സ്പെൻസുകളോ കാര്യങ്ങളോ ഒന്നും ഞാൻ അങ്ങനെയാണ് ചിന്തിക്കാറില്ല. ഇത് ഒരു സ്ത്രീ സംവിധായകൻ തന്നെ പറഞ്ഞ കാര്യമാണ്. ഭർത്താക്കന്മാർ അല്ലെങ്കിൽ അവരുടെ കൂടെ കുറച്ച് പരിവാരങ്ങൾ വരും, അവരെ എല്ലാവരും തിരിച്ചു പോരേണ്ട അവസ്ഥ വരുന്നു. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്റെ അടുത്ത് വീഡിയോ എടുത്തുണ്ട്. കഴിഞ്ഞ വനിതാ ഫിലിം ഫെസ്റ്റിവലില്ലേ, വനിതാ ഫിലിം ഫെസ്റ്റിവലിൽ അവിടെ ചർച്ചയ്ക്ക് വന്നു, ഓപ്പൺ ഫോറത്തിൽ വന്ന് ചർച്ചയാണ്. അറിയാമല്ലോ, അറിയില്ലല്ലോ. ഞാൻ ദിലീപിനോടാണ് അന്വേഷിച്ചോണ്ടിരിക്കുന്നത്. ദിലീപിനോട് ലിസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയിലാണ് ഞാനിപ്പോ അടുത്ത്, ഞാൻ ഓൾറെഡി ദിവസം ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ സിനിമ ദിലീപിനോട് പപ്പ, അത് എന്റെ കൂടെ നമ്മുടെ കൂടെ വർക്ക് ചെയ്ത എന്റെ അസോസിയേറ്റ് ആയിരുന്നു ധനഞ്ജയ് ഭാഗ്യമാണ് എഴുതുന്നത്. ജൂലൈ ഓഗസ്റ്റ് ഷൂട്ട്. അതാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ്. ഹലോ, എൻ്റെ പേര് ഞാൻ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ധ്യാനം ഒപ്പം ഞാനും കൂടി സംവിധാനം പോലും ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ആഗ്രഹിക്കാം ഈ പ്രോജക്റ്റ് ഇതൊരു ഉത്സവം പോലെയായിരുന്നു ചെയ്തത്. ഇതെന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു.
അപ്പൊ ഇത് ഇനിയും കണ്ടിന്യൂസ് ആയിരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ഇനി ചെയ്യും. മഹേഷ് നമ്മള് കുറെ വർഷം മുന്നേ ഒരു സിനിമ എഴുതുന്നു. അതൊന്ന് പല കാലത്ത് മഹേഷിന്റെ തിരക്ക് കാരണം അത് നടന്നില്ല. പിന്നെ മഹേഷൻ ഈ സിനിമ ചങ്ങാതി പൂച്ചയൊക്കെ ചെയ്തതിന് മുന്നേ മഹേഷൻ മലയാളത്തിലെ ഭയങ്കര അറിയപ്പെട്ടിട്ടുണ്ട്. ഭയങ്കര തിരക്കുള്ള ഒരു ചീഫ് അസോസിയേറ്റ് ആയിരുന്നു. അപ്പൊ ആ കാലം കൊണ്ട് മഹേഷനെ കേട്ടിട്ടുണ്ട് ഒരുപാട്. മഹേഷനെ പറ്റിയിട്ട് മഹേഷൻ വർക്ക് ചെയ്ത സിനിമ അത് അച്ഛൻ്റെ പ്രിൻസിപ്പാലാണ് ആ സമയത്തൊക്കെ ഇല്ല. അത് മിസ്റ്റർ ക്ലിൻ വിനയൻ സാറിനോട് മഹേഷൻ. അപ്പൊ എനിക്ക് മഹേഷന്റെ ഇഷ്ടപ്പെട്ട സിനിമകളൊന്നാണ് മൈ ബിഗ് ഫാദർ. അപ്പോ വർഷങ്ങൾക്ക് ശേഷം മഹേഷനെ കാണുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഒരു സിനിമ ചെയ്യണം, അല്ലെങ്കിൽ എനിക്കൊന്ന് നമ്മളൊരു 7-8 വർഷം മുന്നെയാണ് ഒരു കഥയായിട്ട് വേറൊരു സിനിമയുടെ കഥയായിട്ട് അത് കാണുകയും അതിന്റെ ചർച്ച നടക്കുകയും പിന്നെ അന്ന് ആ സിനിമ സംഭവിച്ചത്. പിന്നീട് മഹേഷൻ കഴിഞ്ഞ വർഷം എൻ്റെ അടുത്ത് സിനിമയായിട്ട് പറഞ്ഞ സമയത്ത് മഹേഷന്റെ സിനിമ മഹേഷന്റെ ഒരു സിനിമ ചെയ്യണം എന്നുള്ളത് അന്ന് നടക്കാതെ ഒരു സിനിമ വീണ്ടും വേറൊരു കഥയൊക്കെ മഹേഷയുടെ വന്നപ്പോൾ നമുക്ക് ചെയ്യാമെന്ന് പറയും. അങ്ങനെ വലിയ ഒരു സ്റ്റാർ കാസ്റ്റുള്ള സിനിമ. എനിക്കൊന്നും ഷാഹിൻ്റെ ചേട്ടൻ ബിഗ് ഫാദറിന് ശേഷം മഹേഷനോട് വേണ്ടി ജാഫർക്ക, സ്നേഹ, ലിച്ചി, സലീമൻ, മണിമല രാജു, ഇത്രയും ഒരു നീണ്ട താരനിരയുള്ള ഒരു സിനിമ. അപ്പൊ ഒരുപാട് എന്താ പറയുക, ഞാനൊരു എനിക്കൊന്നൊരു 10-12 ദിവസത്തോളായിരുന്നു ഞാൻ എൻ്റെ പ്രസന്റേഷൻ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ തീർത്തിട്ട് അതിന് ശേഷം നേരെ ജോയിൻ ചെയ്തു. അതിന് മുന്നേ ചെയ്തിട്ടാണ് നേരെ ജോയിൻ ചെയ്തത്. ഒരു ചെറിയ കുടുംബത്തിലും ക്ലീൻ ഫാമിലി എന്റർടൈനർ എന്ന് പറയാവുന്ന മാഷയുടെ പ്രീവിയസ് സിനിമകളൊക്കെ തന്നെ എല്ലാവർക്കും മൈ ബിഗ് ഫാദർ ആയിക്കോട്ടെ, ചങ്ങാതി പൂച്ച ആയിക്കോട്ടെ, ഇതൊക്കെ ആർക്കും ഏത് പ്രായക്കാർക്കും അല്ലെങ്കിൽ പോയി കാണാൻ പറ്റുന്ന വളരെ ക്ലീൻ ആയിട്ടുള്ള സിനിമയായിരിക്കും. ആ രീതിയിൽ ഒരു എന്താ പറയണ്ടേ, ഒരു നൈസ് ഫാമിലി ഫീൽ ഗുഡ് എന്റർടൈൻമെന്റ് ആയിരിക്കും കുടുംബശ്രീ. ബെനിചേട്ടൻ US നിന്നാണ്. ബെനിചേട്ടൻ ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഫിലിം പ്രൊഡ്യൂസറാണ്. സിനിമയോടുള്ള ഈ ഒന്നും ബെനിചേട്ടൻ സിനിമ കാണാറില്ല. സിനിമ കാണാറില്ലെങ്കിൽ പോലും സിനിമയോടും സിനിമാക്കാരോടൊക്കെ ഭയങ്കരമായിട്ടുള്ള ഇഷ്ടവും ആ ഇഷ്ടം കൊണ്ട് സിനിമയിലേക്ക് വന്ന ആളാണ്. ബെനിചേട്ടൻ ഇതിലൊരു ക്രൂഷ്യൽ സുപ്രധാന കഥാപാത്രത്തെ അവതരിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ബെനിചേട്ടൻ ആദ്യമായിട്ടില്ലേ അഭിനയിക്കുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു നല്ല സിനിമയാണെന്ന് തോന്നുന്നു, വിശ്വസിക്കുന്നു. എന്തായാലും ഈ വരുന്ന May 31 റിലീസാവുകയാണ്. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. ബിഗ് ഫാദർ ആയാലും ശരി, ചെയ്യുന്നത് ഫാമിലി ഓറിയന്റഡ് സബ്ജക്റ്റാണ്. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഫണ്ണായിട്ട് കാണുന്ന അല്ലെങ്കിൽ കണ്ട് കഴിയുമ്പോൾ ഇമോഷണൽ ആവുന്ന ചിത്രങ്ങളാണ്. ഇതും അതുപോലെ കഴിഞ്ഞ സിനിമകളൊക്കെ 3 ഫാമിലി ഓറിയന്റഡ് സിനിമയാണ്. അതുപോലെ തന്നെയാണ്. എങ്ങനെയാണ് ധ്യാനിലേക്ക് വന്നത്? ധ്യാൻ എന്ന് പറയുമ്പോൾ ഫൺ എന്റർടൈനിങ് ആളായിട്ടാണോ നോക്കി കാണുന്നത്? അത് വർഷങ്ങൾക്ക് ശേഷം സിനിമ ഇറങ്ങിയപ്പോഴേക്കും ആളെ വേറെ ലെവലായി. അപ്പോൾ അതായത് ആ വ്യക്തിയെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു കഥാപാത്രത്തെ? ഞാൻ എന്താ പറയുക, എനിക്ക് കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ശരിയും ധ്യാൻ്റെ അടുത്ത് 2-3 സബ്ജക്റ്റ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തായിരുന്നു. പക്ഷെ അത് നടന്നില്ല. ഈ ഒരു പ്രോജക്റ്റ് വന്നപ്പോഴത്തേക്ക് ഞാൻ പോയി കണ്ട് കാര്യം പറഞ്ഞുകൊണ്ട് താല്പര്യം കാണിച്ചു. പിന്നെ ഞാനൊരു ദ്രോഹം ചെയ്തിട്ടുള്ളത്, ഞാൻ 10 ദിവസത്തെ ഡേറ്റ് വന്നിട്ട് ഉറങ്ങാൻ സമ്മതിച്ചു. അന്ന് മുതൽ വെളുപ്പതായിരുന്നു. എനിക്ക് എക്സ്ട്രാ ഡേറ്റും തന്നു, നമ്മൾ കോപ്പറേറ്റ് ചെയ്തു, വളരെ സഹകരിച്ച് നമ്മൾ ചെയ്തു. അല്ലെങ്കിൽ വളരെ നന്ദിയുണ്ട് ധ്യാൻ ചേട്ടാ. ഈ സിനിമയിലെ കഥാപാത്രം എങ്ങനെയാണ്? ഒരു പക്ക സീരിയസ് ആയിട്ടുള്ള കഥാപാത്രമാണോ? നമ്മള് എന്താ പറയണ്ടേ, ഞങ്ങളൊരു ഗാനമേള ട്രൂപ്പാണ്. ഞങ്ങളുടെ ഞാനും സ്നേഹയും ജാഫർക്കയും പിന്നെ പക്വചേട്ടൻ്റെ കൂടെയുള്ള നാട്ടിലുള്ള ഒരു സ്മോൾ ടൗണിലുള്ള ഗാനമേള ട്രൂപ്പ്. ഈ ട്രൂപ്പിനകത്ത് നടക്കുന്ന രസകരമായിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളും അതിനിടയിൽ ഇവരുടെ ലൈഫിൽ നടക്കുന്ന ഒരു സംഭവം അത് ഒരു 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 പോയിന്റ് കഴിയുമ്പോൾ ഒരു കുറച്ചൊരു സിനിമയുടെ സ്വഭാവം മാറുന്നതിന്റെ സെക്കൻഡ് ഹാഫിലാണ്. ചെറിയൊരു ത്രില്ലർ സ്വഭാവത്തിലുള്ള ഒരു പോയിന്റ് കഴിയുമ്പോൾ കിടക്കുന്നുണ്ട്. അവിടെ നിന്നിട്ട് ഉണ്ടാകുന്ന ഒരു സംഭവം, അതിനെ സീരീസ് ഓഫ് ഇവന്റ്സ്
പിന്നെ അതിൻ്റെ ഒരു ക്ലോഷറൊക്കെയാണ് സിനിമയുടെ ഒരു ആകത്തുക. വളരെ സാധാരണക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ വളരെ റൂട്ടഡായി നിൽക്കുന്ന ഒരു ക്യാരക്ടർ. ഞാൻ ചില ഒരു സമയത്ത് വാങ്ങിയിട്ടുണ്ടായി. ഞാൻ ഒരു സമയത്ത് കൊറോണ ടൈമിൽ ഇങ്ങനെ അടുപ്പിച്ച് പഠനം വരുമ്പോൾ അങ്ങനത്തെ ഒന്നോണ്ടിരിക്കാന്നൊക്കെ. അപ്പൊ അതാണ് തീരാറായെന്ന് പറഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങിയതിനു ശേഷം അതായത് കരിയറിന്റെ ആ ഗ്രാഫ് തന്നെ മാറി, ആ ക്യാരക്ടർ ഗ്രാഫ് തന്നെ മാറി. ഇപ്പോൾ വരുന്ന കഥകൾ എങ്ങനെയാണ് ഇപ്പോഴും അങ്ങനെയല്ല. നമ്മളിപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പൊ കഥയോ നമ്മള് മഹേഷേട്ടനോട് ഒരു സിനിമ ചെയ്യാൻ, കഥ ഈ സിനിമയെ സംബന്ധിച്ചുള്ള സെക്കൻഡറി. ഞാൻ മഹേഷേട്ടനോട് ഒരു സിനിമ ചെയ്യാൻ നമ്മൾ ഒരുമിച്ച് കുറെ കാലം മുന്നേ പ്ലാൻ ചെയ്തു, അത് നടന്നില്ല. അപ്പൊ നാളെ പിന്നെ മഹേഷേട്ടൻ ഒരു സബ്ജക്റ്റോട് വന്നു, ഇത്രയും ദിവസം മതി എന്ന് പറയുന്നു. ഇവിടെ ജസ്റ്റ് ഒരു ലൈൻ ഐഡിയ മാത്രമാണ് പറഞ്ഞത്. പിന്നെ മഹേഷേട്ടനെ കുറിച്ച് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ മഹേഷേട്ടന് വേണ്ടി ചില സിനിമകൾ ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷം സിനിമ പോലെ എനിക്ക് അറിയാനില്ല എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞു. അതായത് നമ്മുടെ സിനിമയിൽ നമ്മൾ ഈ ബന്ധങ്ങൾ, സൗഹൃദങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് വിശ്വസിക്കുന്നതാണ്. അപ്പം ചില ആൾക്കാർ ഇപ്പം വിപിന്റെ സിനിമ ഞാൻ പറഞ്ഞ വേറെ കടലായിക്കോട്ടെ, നമ്മൾ ചില സിനിമകൾ നമ്മൾ കഥ പോലും കേൾക്കാതെ പോയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ചില ബന്ധങ്ങളുടെ പുറത്ത് എല്ലാവരും ചെയ്യണമെന്നില്ല, ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ചെയ്തു പോകുന്ന, പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലപ്പോഴായിട്ട് പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ഒരു കരിയറിൽ, ആക്ടിങ് കരിയറിൽ ഒരു പ്ലാനില്ലാത്ത സ്ഥിതിക്ക് എനിക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ട് അടുത്ത വർഷം പകുതിയോടുകൂടി, വർഷങ്ങൾക്ക് ശേഷം ഒരു സിനിമ വന്നുകൊണ്ട് അങ്ങനെ നമ്മുടെ ഒരു ഗ്രാഫ് മാറിയെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പൊ അത്യാവശ്യം തിരക്കുകളിലൊക്കെ കുറച്ച് സിനിമകൾ ഉണ്ട്, നല്ല ഡയറക്ടറിലൂടെയൊക്കെ വരാനിരിക്കുന്ന കുറച്ചധികം സിനിമകളുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാം വേണമല്ലോ, സീരീസ് മാത്രം പോലും അപ്പോ അല്ല, ഞാൻ പറഞ്ഞ ഫ്ലോപ്സ് മാത്രം തെറ്റിക്കും, ഫ്ലോപ്സ് മാത്രം പോലും ഇടയ്ക്ക് ഹിറ്റൊക്കെ വേണം, ഹിറ്റൊക്കെ അടിച്ച് ഇന്നൊന്നും താഴോട്ട് പോകണം, പിന്നൊന്നും ബുദ്ധി വേണം. ലൈഫ് അങ്ങനെയാണല്ലോ, അതുകൊണ്ട് അതിന് ആ രീതിയിലേ കാണുന്നുള്ളൂ. പിന്നെ ആരും ഈ പറഞ്ഞ ആരും തന്നെ ഒരു മോശം സിനിമ ചെയ്യാൻ വേണ്ടി ആരും ചെയ്യുന്നില്ല. എല്ലാവരും സിനിമ നന്നാവണം, വളരെ ആത്മാർത്ഥമായിട്ട് പണിയെടുത്തിട്ടുള്ള സിനിമ ആയിക്കോട്ടെ, എല്ലാവരും ജെന്യുവൻലി സിനിമ നന്നാവണം എന്ന് ആഗ്രഹിച്ച സിനിമയിൽ വരുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ വെറുതെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു മോശം സിനിമയാണെന്ന് വെച്ചാൽ കാശ് മുടക്കില്ല, ഇതിനു വേണ്ടിയിട്ടായിട്ട് വന്നതാണ്. മോശം സിനിമയെ വേണ്ടി പുള്ളി വരില്ല. മനുഷ്യന് ഇത്രയും ഗ്യാപ്പിന് ശേഷം ചെയ്യുന്നൊരു സിനിമ, അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്രയും നന്നാക്കണം എന്നുള്ള ചിന്തയോട് വരുന്നു. സ്വാഭാവികമായിട്ടും ഞാനും മഹേഷനോട് കോപ്പറേറ്റ് ചെയ്ത് നിൽക്കുക, അല്ലെങ്കിൽ ആ സിനിമ നന്നാൻ വേണ്ടി നമ്മൾ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ആ രീതിയിൽ. പക്ഷെ സിനിമ എല്ലാത്തിനും ഒരു ഫേറ്റ് ഉണ്ട്. ഓഡിയൻസ് അതിനെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ തിയേറ്ററിൽ എന്ത് വർക്കാവും ഉണ്ടാവില്ല, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ആ രീതിയിൽ ഈ സിനിമ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇഷ്ടപ്പെടട്ടെ. എന്തായാലും അഭിപ്രായങ്ങൾ എന്തായാലും കണ്ടതിന് ശേഷം. ഈ കുടുംബശ്രീ സാധാരണക്കാരനായ ഹീറോ ഗാനമേള ട്രൂപ്പിലേക്കായി എനിക്ക് തോന്നുന്നു ഡൗട്ട് വരുത്താനുള്ള സാധാരണക്കാരൻ്റെ വേഷമാണ് കൂടുതൽ ഹാസ്യത്തിന് പ്രധാനപ്പെട്ട വേഷങ്ങളുടെ കൂടുതൽ താല്പര്യം ചോദിക്കാൻ കാരണം മറ്റേ വർഷങ്ങൾക്ക് ശേഷം വളരെ ബോൾഡാണ്, ഏജിലാണ് ക്യാരക്ടർ. അപ്പോൾ ഞാൻ സമീപിക്കുന്ന സ്ക്രിപ്റ്റുകളും അത്തരത്തിലുള്ളതാണ്. അപ്പം അതിനുശേഷം ഒരു ചൂട് മാറ്റം ബോൾഡായുള്ള ക്യാരക്ടർ ചെയ്താൽ മതി എന്നൊരു വിശകലനം വല്ല നടത്തിയിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് കൂടുതൽ ചൂസ് ചെയ്യുന്നത് അങ്ങനെ ചൂസ് ചെയ്തിട്ടൊന്നും ചെയ്ത് വല്ലൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് ഇതൊരു സൗഹൃദത്തിന്റെ പുറത്തുണ്ടായ സിനിമയാണ്. വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ഒരു ജഡനായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ പ്രശ്നം. ജഡനാണല്ലോ, ജഡന സിനിമയ്ക്ക് വിളിക്കുന്നു. എന്റെ സിനിമകളെ ഞാൻ അങ്ങനെ ചൂസ് ചെയ്യാറില്ല, എന്നെ ചൂസ് ചെയ്യാറാണ് പതിവ്. അതെ, ആത്മാർത്ഥ ഇതൊക്കെയാണെങ്കിലും നമുക്ക് മനുഷ്യന്മാരോട് ആണല്ലോ ആത്മാർത്ഥ സ്നേഹമൊക്കെ. അപ്പം നമുക്ക് ഒരു ബന്ധമുണ്ട് ഒരാളുമായിട്ട്. അപ്പൊ അദ്ദേഹം മഹേഷേട്ടൻ ഇത്രയും കാലത്തിന്റെ ഇടവേളയ്ക്ക് ശേഷം സിനിമ ചെയ്യുമ്പോൾ അതിന് കൂടെ നിൽക്കുക, അല്ലെങ്കിൽ ഉള്ളൊരു മോശം സിനിമയായിട്ട് വരില്ല എന്നൊക്കെ ഒരു വിശ്വാസം, നമ്മൾ ആ വിശ്വാസത്തിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അത്രയും ടൈറ്റിൽ എനിക്ക് ആദ്യമേ ടൈറ്റിൽ കിട്ടുന്നു ഈ സിനിമ. പിന്നെ ഈ സിനിമയായിട്ട് കുറച്ച് കണക്റ്റഡ് ആയി നിൽക്കുന്ന ഒരു ടൈറ്റിലാണ്. മഹേഷേട്ടന്റെ സിനിമകൾക്കൊക്കെ ടൈറ്റിലൊക്കെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇവിടെയൊക്കെ കുറച്ച് മൈൻഡിൽ ചെയ്തേ തോന്നുമെങ്കിലും പ്രൊഡ്യൂസർ മാത്രമല്ല ഇതിനകത്ത് ക്യാരക്ടർ അഭിനയിച്ചിട്ടുണ്ട്. പ്രൊഡ്യൂസർ മാത്രമല്ല ഇതിനകത്ത് ഒരു ക്യാരക്ടർ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്യാരക്ടർ ഇതിനകത്ത് ഡയറക്ടർ എന്നിട്ട് ഇതിനകത്ത് വന്നിരിക്കണം അങ്ങനെ പറയായിരുന്നു, അതോ ഈ ക്യാരക്ടറിന് ക്യാപ്റ്റൻ അങ്ങനെ ഉള്ളതാണോ? ഈ ക്യാരക്ടറിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേനും ഞങ്ങളിങ്ങനെ ആ ക്യാരക്ടറിനെ പറ്റിയ ആർട്ടിസ്റ്റിനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഡയറക്ടർ അതിനെ സജസ്റ്റ് ചെയ്തു. ഞാനൊരു പ്രവാസിയാണ്, അപ്പൊ ഒരു പ്രവാസിയുടെ ക്യാരക്ടറാണ് ഇത്. പുള്ളി പറഞ്ഞു
why don't you try it? And then ഞാനൊക്കെ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കി. അപ്പം മഹേഷിന് ഞാൻ അതിന് ഫിറ്റ് ആണെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ എടുത്തു. പേടിയുണ്ടോ ഒരു മഹേഷിനാണ്. അല്ലല്ല ഇതൊരു ക്യാരക്ടർ ലീഡ് റോളിൽ കിട്ടുന്ന തുടർച്ചയായിട്ട് കിട്ടുന്ന ഒരു ക്യാരക്ടറാണ്. ഇതിനിപ്പോ ചെറിയ ചെറിയ വേഷങ്ങൾ അഭിനയിച്ചെന്ന് പറഞ്ഞു. തുടർച്ചയായിട്ട് കിട്ടുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ പ്രേക്ഷകർ എങ്ങനെ ഏറ്റെടുക്കുന്ന പേടിയുണ്ടോ? ഞാൻ ഓരോ സീൻ ചെയ്യുന്നതിന് മുമ്പും ഞാൻ കൈ വിളിച്ചിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ദൈവമേ ഈ സീന് എനിക്ക് നന്നായിട്ട് ചെയ്യാനായിട്ട് അവിടുന്ന് എനിക്ക് കോൺഫിഡൻസ് തരണേ, എതിർപ്പ് തരണേ. സോ അപ്പോൾ ഞാൻ ചെയ്ത എല്ലാ സീനിലും എനിക്ക് യാതൊരു പേടിയില്ലായിരുന്നു, യാതൊരു പ്രോസസ് ഇല്ലാതെ പെർഫോം ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഓഡിയൻസ് ആണ് അത് അതിന്റെ അഭിപ്രായം പറയുന്നത്. ഐ ആം വെരി ഷുവർ ദാറ്റ് യു നോ വിൽ ബി ഹാപ്പി. എനിക്ക് ആക്ച്വലി അവരെ എല്ലാവരും ഒരു സഹോദര സ്വഭാവമായിരുന്നു. എല്ലാവരും ആർട്ടിസ്റ്റുകള് അവിടെ ഒരു കുടുംബം പോലെയായിരുന്നു അഭിനയ സമയത്ത്. അതിനകത്ത് പേടിയോ കാര്യങ്ങളൊന്നുമില്ല, ആക്ച്വലി ലവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കോമ്പിനേഷനൊക്കെ ഞങ്ങള് വളരെ സൗഹൃദമായിട്ട് ഹാൻഡിൽ ചെയ്തു. ഓരോ ഇപ്പൊ നാലാമത്തെ ചിത്രമാണ്, ഓരോ സിനിമയും ഒരു ഗ്യാപ്പ് എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നല്ല സിനിമകൾ നല്ല സെലക്റ്റീവായിട്ട് ചെയ്താൽ മതി എന്നുള്ളതുകൊണ്ടാണോ? ഒരിക്കലും ഒരാള് അങ്ങനെ ഒരുപാട് സിനിമ നോക്കിയപ്പോൾ എൻ്റെ ഫസ്റ്റ് സിനിമ കഴിഞ്ഞു അതൊരു സംഭവിച്ചതാണ്. ഞാൻ അതിന് മുൻപ് ഒരു പടം ഞാൻ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ചങ്ങാതിപ്പൂച്ച എന്ന സിനിമ. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന് എനിക്ക് അഡ്വാൻസ് എന്ന പ്രൊഡ്യൂസർക്ക് ഡയറക്ടർക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഇനി എന്റെ പടം കഴിഞ്ഞാൽ ഈ പടത്തിൽ വർക്ക് ചെയ്യുന്ന പേടിയുണ്ടായിരുന്നു. ഞാൻ പുള്ളിക്ക് വാക്ക് കൊടുത്തു, എന്തായാലും ചങ്ങാതിപ്പൂച്ച കഴിഞ്ഞാൽ ഞാൻ നാട്ടിൻ്റെ പടം ചെയ്തതിനു ശേഷം എൻ്റെ 2 സിനിമ വാക്ക് കൊടുത്തായിരുന്നു. അങ്ങനെ ഞാൻ ചങ്ങാതിപ്പൂച്ച ചെയ്തു. അത് മോശമില്ലാതെ പോയൊരു സിനിമയാണ്. അതിന്റെ പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറിന് അടുത്തൊരു പ്രോജക്റ്റ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് ഞാൻ ആ പുള്ളിക്ക് ഒത്തിരി വാക്കുണ്ടായിരുന്നു, ഇത് കഴിഞ്ഞിട്ട് എന്റെ പടം ചെയ്യണം. അങ്ങനെ അത് ഞാൻ സിനിമയിലാകുമല്ലോ, ഞാൻ കുറെ വർഷങ്ങളിൽ അസോസിയേറ്റ് ചെയ്തു. എന്നല്ല ഞാൻ ഇതിനകത്ത് അഭിഭാഗ്യം കടവൊന്നുമല്ല, ഡയറക്ടർ എന്ന് പറയുന്നത്. എനിക്കാണ് സിനിമ വേണ്ടത്, സിനിമയ്ക്ക് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല, എനിക്ക് സിനിമ വേണം. പക്ഷെ ഞാൻ കൊടുത്ത വാക്കിന്റെ പേരിൽ ഞാൻ ചെയ്യുന്നത് എനിക്ക് വന്ന ആ പ്രോജക്റ്റ് മാറ്റിയിട്ട് ആ പടത്തിന് പോയി. അപ്പൊ സ്വാഭാവികമായിട്ട് എനിക്ക് അതിനൊരു ഗ്യാപ്പ് പോയി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ വീണ്ടും ഞാൻ ഒന്നിനും ട്രൈ ചെയ്തിട്ടാണ് മൈ ബിഗ് ഫാദർ എന്ന അടുത്ത പ്രോജക്റ്റ്. അത് കഴിഞ്ഞ് ഞാൻ ചാക്കോച്ചന് അടുത്ത പ്രോജക്റ്റ് പ്ലാൻ ചെയ്തു, അഡ്വാൻസ് കൊടുത്തു, എല്ലാ കാര്യങ്ങളും നടന്നു. പക്ഷെ അതിലൊരു സമയം എനിക്ക് ബാക്ക് ടൈം വന്നൊരു 6 മാസം ഞാൻ ബെഡ് റെസ്റ്റ് ആയി. എൻ്റെ തമിഴ് വളം വന്നായിരുന്നു, ഒരു പുതുമുഖ വെച്ചത്. അതിന്റെ ഷൂട്ടിംഗ് ഒരു മാസം മുമ്പ് ഞാൻ വീണ്ടും വരും. അപ്പൊ അതൊക്കെ ഞാൻ മാത്രം വിചാരിച്ചപ്പോൾ ദൈവം കൂടെ വിചാരിക്കണം ഞാൻ ചെയ്യുന്ന വേണ്ടി. അവിടെ ഒരു ഗ്യാപ്പ് വന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ഒന്നിനും ചെയ്യാൻ അടുത്ത പടം വന്നത് അഭിനയം ഒന്നാമത്തെ പറഞ്ഞു. അത് വിചാരിച്ച പോലെ പോകാത്തൊരു സിനിമ, പക്ഷെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു. അത് ആരും ഞാൻ കണ്ടുകൊണ്ട് കഴിക്കാറ്. ഒരു മെയ് 30 ഇതുപോലെ റിലീസ് ചെയ്തു. പക്ഷെ ഭയങ്കര മഴയായിരുന്നു. അവിടെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചാനലുകളിൽ വരുമ്പോഴത്തേക്ക് സുരേഷ് ടിവിയിൽ വരുമ്പോഴത്തേക്ക് എനിക്കൊരു അടുത്ത കോളുകൾ മിസ്കോൾസ് ഞാൻ അതിൻ്റെ ഒരു നമ്പർ കൊടുത്തു. അപ്പോഴെനിക്കറിയാം ഈ സിനിമ ചാനലിൽ വന്നിട്ട് അത് കണ്ടിട്ട് വിളിക്കുന്നവരാണ്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഗ്യാപ്പ്, കുറച്ച് ഫാമിലി പ്രോബ്ലംസ്, അങ്ങനെ കുറച്ച് സിനിമ വിട്ടുവന്നു. അതിനിടയ്ക്ക് പിന്നെ തിരിച്ചു വരാൻ വേണ്ടിയുള്ള സമയത്താണ് ഞാൻ സൈബ് ഹാങ്ങായിട്ട് ഇങ്ങനെ കഥകൾ പറഞ്ഞു. പക്ഷെ ആ സമയം ഒന്നും നടന്നില്ല. ഇങ്ങനൊരു പ്രോജക്റ്റ് വന്നപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ അനുഭവം ഞാൻ പറയുന്നത് ഫ്രാങ്കായിട്ട് എന്നെ സംബന്ധിച്ച് എന്നെ ഒരു ആർട്ടിസ്റ്റ് ഇപ്പോഴത്തെ ആർട്ടിസ്റ്റുകൾക്ക് അധികം എനിക്കധികം ആ പരിചയമില്ലാത്ത വർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളത് നമ്മുടെ ചെല്ലുമ്പോഴത്തേക്കാണ് പഴയ ഡയറക്ടറൊക്കെ എന്ന് പറയുന്നൊരു ഉണ്ട്. പക്ഷെ ഞാൻ ധ്യാനമായിട്ട് ഒരിക്കലും എന്നെ അങ്ങനെ ഒരു കാഴ്ചപ്പാടാദ്യം ഞാൻ കണ്ടില്ല. പിന്നെ ഞങ്ങൾ അതിനൊന്ന് സംസാരിച്ചു. പിന്നെ ഞാൻ സംസാരിച്ച് ചെയ്യാൻ ചേട്ടാ കൂടുതൽ ദിവസം തരാൻ എൻ്റെ ഇല്ല, കാരണം ഉള്ള ദിവസം പിഴി ചെയ്ത് തന്നാണ്. ഡയറക്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കുന്ന എന്നോടുള്ള സ്നേഹം കൊണ്ട് പുള്ളി എനിക്ക് അതിനിടയ്ക്കൊന്ന് ചേട്ടാ തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നാണ് ഡേറ്റ്. അങ്ങനെയാണ് ഈ പടം നടന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ നേരത്തെ ഡേറ്റ് എനിക്ക് ഒരുപാട് പടം ചിലപ്പോൾ എനിക്ക് കുറച്ചൊക്കെ വെയിറ്റ് ചെയ്യുന്നു. എനിക്ക് വേണ്ടി മാത്രം ഞാൻ പല കഷ്ടപ്പെട്ട് തന്നത് അപ്പോഴത്തെ അതിനകത്ത് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. നല്ലോണം പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. രാത്രി ഉറങ്ങാൻ സമയത്ത് എടുക്കുന്നവരാണ്. കാരണം ഇപ്പോഴത്തെ ക്യാരക്ടർ ഈ പുസ്തകമൊക്കെ പാടുന്ന ക്യാരക്ടറായിട്ട് അതിന് സമയമെടുത്തു. അങ്ങനെ പക്ഷെ എന്നോട് ഒരുപാട് കോപ്പറേറ്റ് ചെയ്തു. ഒരു പരാതി പോലും എന്നോട് പറഞ്ഞില്ല. ഒടുവിൽ ഒരിക്കലും ഇത് കഴിഞ്ഞിട്ട് ദിവസം കണ്ടു വേറെ പടത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്.
ചേട്ടൻ 15 ദിവസത്തെ ഡേറ്റ് വെച്ചിട്ട് ഞാൻ തയ്യാറെന്നല്ലോ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ തിരിച്ചു വരവ് ഞാൻ മാക്സിമം അത് നന്നാക്കി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു വിശ്വാസമുണ്ട്. കാരണം എൻ്റെ കാലഘട്ടം കുഞ്ഞാണ്. എനിക്കത് പിന്നെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെറിയ സബ്ജക്റ്റാണ് തോന്നുന്നു. അതിൽ എന്നോട് സഹകരിച്ചവരെല്ലാം നല്ലോണം ചെയ്തിട്ട് നന്നായി വരുമെന്നൊരു വിശ്വാസം. ഇത് ഞാൻ പറഞ്ഞതുപോലെ ഇത് പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ അവരെ വിലയിരുത്തപ്പെടേണ്ടതാണ്. എങ്ങനെയാണ്